വരൂ ഇരിക്ക്. കാര്യമായി കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഈശ്വരാനുഗ്രഹം. ഈശ്വരനായി വന്നത് ചേച്ചിയല്ലേ, അതിന്റെ കടപ്പാട് എനിക്കെന്നും ഉണ്ടാകും. ഇത് നിസ്സാരമായ കാര്യല്ലേ? ആട്ടെ, പേരെന്താ? ജാക്കി. ജാക്കിയോ? അതെന്താ ഇങ്ങനൊരു പേര്? ഞാൻ ജനിച്ചപ്പോ എന്റെ അച്ഛൻ ബസ്സിലെ ക്ലീനറായിരുന്നു. ആട്ടെ, ചേച്ചിയുടെ പേരെന്താ? ഷംന. ഹസ്ബൻഡ്? ദുബായിലാ. വന്നു പോയിട്ട് 6 മാസേ ആയുള്ളൂ. അപ്പോ പട്ടിണിയാണല്ലേ? ഒന്നുമില്ല. ഇനി എന്തായാലും ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ ഏകമകനാ. അച്ഛനും അമ്മയും സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നു. രാവിലെ പത്രവിതരണം, അത് കഴിഞ്ഞ് പല പ്രൊഡക്റ്റിനെയും സെയിൽസ്. വാചകം അടിച്ചടിച്ച് സന്ധ്യ വരെ നടന്നാൽ വൈകിട്ടത്തേക്കുള്ള തികയും. അല്ല, ആരുമല്ലാത്ത ഞാൻ കാരണം ചേച്ചിയുടെ കൈ കൂടെ. ഏയ്, അതൊന്നും സാരമില്ല. ഒന്ന് ഉറങ്ങിയല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ പോട്ടെ ചേച്ചി. ഉറങ്ങിയോടാ? അത് ശരി, ഓരോന്ന് കാണിച്ചെന്ന് എന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ? എന്തോന്ന് കാണിച്ചെന്ന്? ചേച്ചിയുടെ വയറ്റത്തെ ആ കിട്ടില്ല മറുക്. മറുകോ? അതെങ്ങനെ കണ്ടു? അതെങ്ങനെ കണ്ടുപിടിച്ചു? ചേച്ചി, ഞാനിപ്പോ മറുകായി മാറിക്കഴിഞ്ഞു. ഞാൻ മുകളിലേക്ക് നോക്കി. ഓ ഈശ്വര, എന്താടാ കൂട്ടാ? എമ്മസോ? ഹലോ. നീ എന്ത് പണിയായി ചെയ്തേ? അത് എനിക്ക് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ. എന്നാലും മറ്റുള്ളവര് കാണില്ലേ? ഏയ്, ഞാൻ ആരെയും കാണിക്കാം. പിന്നെ ചേച്ചിയായിട്ട് അതെന്നെ കൊണ്ട് മറ്റുള്ളവരെ കാണിപ്പിക്കുമോ? ഓക്കെ, ബൈ. നെക്സ്റ്റ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞത് മുഴുവൻ നുണയാണ്. അച്ഛനമ്മമാരില്ലാത്ത എനിക്ക് ആകെയുള്ളത് 12 വയസ്സുള്ള ഒരു അനുജൻ മാത്രമാണ്. രാവിലെ പത്രവിതരണം, പിന്നെ വീടുകൾ തോറും വിവിധ പ്രോഡക്റ്റ് വിൽപ്പന. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നത്. അപ്പോഴാണ് കൂനുമേൽ കുരു എന്ന പോലെ എൻ്റെ അനുജൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണെന്ന് ഞാൻ അറിയുന്നത്. ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന് 3 ലക്ഷം രൂപ വേണം. യാദൃശ്ചികമായാണ് ആ അപകടം ഉണ്ടായത്. വീണ് കിട്ടിയ അവസരം ഞാൻ മുതലാക്കി. നമ്മൾ ബന്ധപ്പെടുന്ന ദൃശ്യം ഞാൻ മൊബൈലിലെടുത്തതോടെ എൻ്റെ കണക്കുകൾ ശരിയായി.